എന്തൊരു പ്രതീക്ഷയാണ് നമ്മുടെ നാട്ടിലെ മുഹമ്മദിനൊക്കെ ലഭിക്കുന്നത്. ആ പ്രതീക്ഷയാണ് ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാം അവിടുത്തെ ഖസീദത്തുൽ ബുർദയിലൂടെ അവതരിപ്പിക്കുന്നത്. ഇൻ ആതി ദംബം ഫമാ അഹ്ദി ബിമുൻതഖളി മിനൻ നബിയ്യി വലാ ഹബ്ലി ബിമുൻസരിമി ഫഇന്ന ലീ ദിമ്മതൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിദ്ദിമമി. ഞാനൊരു തെറ്റു ചെയ്തത് മൂലം തിരുനബിയുമായിട്ടുള്ള എൻ്റെ കരാറ് മുറിയുന്നില്ല, അവിടുത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നില്ല. എനിക്ക് പേര് വെച്ചത് മുഹമ്മദ് ആയതുകൊണ്ട് അവിടുത്തെ ഉത്തരവാദിത്വത്തിലാണ് ഞാനുള്ളത്. ഏറ്റെടുത്ത ഉത്തരവാദിത്വം പൂർത്തീകരിക്കുന്നവരിൽ ഏറ്റവും ഉത്തമരാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ ഒരു പ്രതീക്ഷയുടെ ഭാഗമായിട്ടാവണം നമ്മുടെ നാട്ടിൽ അയമ്മാക്കയും മമ്മാക്കയും അയമുട്ടിയും മമ്മൂട്ടിയും അയമൗലിയാരും മയമൗലിയാരുമൊക്കെ കഴിഞ്ഞു പോയത്. അതുപോലെ പേരുകളോട് ചേർത്ത് തിരുനബിയുടെ പേര് വെക്കുന്ന രീതിയും, പെൺകുട്ടികളാണെങ്കിൽ തിരുനബിയുടെ ഭാര്യമാരുടെയും പെൺമക്കളുടെയും പേരുകൾ ചേർത്ത് വെക്കുന്ന രീതിയും പൂർവികർ സ്വീകരിച്ചു പോന്നത്. പുതിയ കാലത്ത് ഇന്നേ വരെ കേൾവി ഇല്ലാത്ത പേരുകളാണ് എല്ലാവർക്കും ഇഷ്ടം. ചിലരുടെ പേര് കേട്ടാൽ അതിൻ്റെ അർത്ഥം പരിശോധിച്ചാൽ വളരെ മോശമായ രീതിയിൽ അർത്ഥങ്ങൾ വരെ കാണാറുണ്ട്. മഹാന്മാരുടെ പേരുകൾ വെക്കുന്നതിലൂടെ, മഹതിമാരുടെ പേരുകൾ വെക്കുന്നതിലൂടെ വലിയൊരു പ്രതീക്ഷ നമ്മുടെ മക്കളിൽ ഉണ്ടായിത്തീരുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയ്ക്ക് പോലും അർഹിക്കാത്ത പേരുകളാണ് പുതിയ കാലം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാക്കട്ടെ. ആമീൻ.